ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പ് ഇന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിനുശേഷം മഴ നന്നായി പെയ്യുമെന്നുള്ളത് കൊണ്ട് താപനിലയിൽ കാര്യമായ കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് ചൂടിനുള്ളൊരു മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇന്നലെ പല സ്ഥലങ്ങളിലും മഴ പെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ആകാശം മേഘാവൃതമാണ്. പിന്നെ ഇപ്പോ ഉച്ചയ്ക്ക് ശേഷം പലയിടങ്ങളിലും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ നാളെ ഇനി മുതൽ എല്ലാ ദിവസവും ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റന്നാൾ മുതലാണ് നമ്മൾ ഒരു ശക്തമായ മഴയും കൂടി പ്രതീക്ഷിക്കുന്നത് മറ്റന്നാൾ മുതലാണ്. അപ്പൊ അതുവരയ്ക്കും ലഘുവായതും മിതമായതും ആയുള്ള രീതിയിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും ഇനി ഇങ്ങോട്ടേക്ക് എല്ലാ ദിവസങ്ങളിലും മഴ പെയ്യും. അതുകൊണ്ട് ഇനി ചൂടിനെ പറ്റി നമ്മൾ അധികം ചർച്ച ചെയ്യേണ്ടി വരില്ല എന്നാണ് കാണുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിലും നേരിയ രീതിയിലെങ്കിലും മഴയൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരു അലേർട്ടുകൾ നൽകിക്കൊണ്ടുള്ള ഒരു മഴ തന്നെ ലഭിക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ മഴയുടെ അളവിൽ കൂടുതലുണ്ടാകും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ പല ജില്ലകളിൽ ഈ ഇടിയോടുകൂടെ മഴയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തിയായ മഴ കിട്ടുക എന്നുള്ളതാണ്. അത് ഇനിയിപ്പോ പല ജില്ലകളിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ ചൂടിന്റെ ആ ഒരു ജാഗ്രതാ നിർദ്ദേശം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇടിമിന്നലിനുള്ള ജാഗ്രതാ നിർദ്ദേശവും ശക്തമായുള്ള കാറ്റിനുള്ള ജാഗ്രതാ നിർദ്ദേശവും ഉണ്ടെന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. ചൂടിലുള്ളത് മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ ഈ ഇടിമിന്നൽ അത് വലിയ രീതിയിൽ തന്നെ ഒരു അപകടകാരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണല്ലേ ഈ മഴയ്ക്കൊപ്പവും നമ്മൾ ഈ ഇടിമിന്നൽ പ്രതീക്ഷിക്കണം അല്ലേ? അതെ. ഈ സീസണിലെ ഈ മെയ് മാസത്തിലെ മഴയിൽ ഇനി ഉള്ള എല്ലാ ദിവസങ്ങളിലും പെയ്യുന്ന മഴയോടൊപ്പം ഇടിമിന്നൽ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കർശനമായി എല്ലാവരും ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണം. ഈ വെള്ളിയാഴ്ച വരെ മഴ മുന്നറിയിപ്പ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? വെള്ളിയാഴ്ച വരെ, വ്യാഴം വെള്ളിയാഴ്ച ശനിയാഴ്ച വരയ്ക്കും മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട്. വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് ശക്തിയായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ്. പക്ഷേ മുന്നറിയിപ്പില്ലാത്ത എല്ലാ ജില്ലകളിലും ലഘുവായതും മിതമായിട്ടുള്ളതും മഴ പെയ്യും. എല്ലാ ജില്ലകളിലും മഴ ഉണ്ടാവും. പക്ഷെ ഈ 3 ദിവസങ്ങളിൽ മാത്രമേ ശക്തിയായുള്ള മഴ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും അതിനുശേഷമാണെങ്കിലും മഴ തുടരും. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ ശക്തിയായ മഴ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മഴ ഇനി ഇടതടവില്ലാതെ തന്നെ പെയ്യുമെന്ന് കരുതാം. അതാണ് ഈ മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലും കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു അല്ലേ? അതെ. ഇപ്പൊ ചൂടിനുള്ള ജാഗ്രത ഇന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.